ഇപ്പോൾ കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, എങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇനി വരുന്ന മണിക്കൂറുകൾ അത് സംബന്ധിച്ച അവരുടെ ഒരു അലർട്ട് എങ്ങനെയാണ്? പൊതുവിൽ കേരളത്തിൻ്റെ ഒരു മഴയും അതിൻ്റെ ഒരു തോതും വിവിധ അലർട്ട് പ്രഖ്യാപനങ്ങളും എല്ലാം ചേർത്ത് വെച്ചാൽ. ശരത്, സംസ്ഥാനത്ത് കനത്ത മഴ തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. നിലവിൽ വടക്കൻ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ. അതോടൊപ്പം തന്നെ ഈ മലപ്പുറം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള 8 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മഴക്കെടുതികളും രൂക്ഷമായി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴ ശക്തമായി തുടരുന്ന ജില്ലകളിൽ തീവ്ര മഴ, അതുപോലെ തന്നെ ഈ റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത്. മറ്റ് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിൽ തീവ്ര മഴയ്ക്കും മറ്റിടത്ത് ശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം ശക്തമായ സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ തീരപ്രദേശങ്ങളിലാണ് അവിടെ ഇപ്പോൾ കമലേഷ് നിൽക്കുന്ന ഭാഗത്ത് വർക്കലയിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഞാനിപ്പോൾ അഞ്ചുതെങ്ങ് എന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം കടൽ വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കണ്ടെയ്നർ അടിഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വന്ന സാധനങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. അതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം ഈ കടൽ വളരെയേറെ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യമാണ്. ഇടവിട്ട് ഈ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുമുണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പ്രകാരം നിലവിലിപ്പോൾ നാളെ, അതായത് 28-ാം തീയതി വൈകിട്ട് 8 മണി വരെയും ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയാണ്. അതായത് 4 മീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ വീശിയടിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രത്യേക ഇടങ്ങളിൽ, അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ ചില പ്രത്യേക ഇടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ചില തീരപ്രദേശങ്ങളിലെ ചില ഇടങ്ങളിൽ മാത്രം, അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ കൊല്ലത്താണെങ്കിൽ ആലപ്പാട് മുതൽ ഇടവ വരെ, അതോടൊപ്പം ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ബോട്ടുകളും ഒന്നും തന്നെ കടലിൽ ഇറക്കരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തീരദേശങ്ങളിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഈ കടൽ കയറുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്നതടക്കമുള്ള ശക്തമായ മുന്നറിയിപ്പുകളും അധികൃതർ നൽകുന്നുണ്ട്. ആ നിലയിലാണ് ഏതായാലും മഴ കനത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് പറയുന്നത്. ശരി.